ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2 ദിവസത്തെ അനുഭവം നിങ്ങൾ കേൾക്കുകയുണ്ടായി. ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മനുഷ്യനെപ്പോഴും സാധ്യമല്ലാത്ത ഒരുപക്ഷെ നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് ലാളിത്യത്തെക്കുറിച്ചുള്ള വിഷയം. ഇന്ന് ഈ സഹോദരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇവരുടെ ലാളിത്യ ജീവിതത്തെക്കുറിച്ചാണ്. വർഷങ്ങളായിട്ട് കറണ്ടില്ല, ഫോണില്ല, ലോക കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ പോലും ഈ സഹോദരങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ സഹോദരന്മാരുടെ ലാളിത്യ ജീവിതത്തെക്കുറിച്ചാണ്. അവരുടെ ലാളിത്യ ജീവിതത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. നമുക്കും ഇവരെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചുകൊണ്ട് ജീവിതത്തിൽ അല്പമെങ്കിലും ലാളിത്യത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയും കൂടെ നമുക്ക് ഈ എപ്പിസോഡിൽ എടുക്കാം. എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും വർഷമായിട്ട് ബോറിംഗ് എന്നുള്ളത് വേറെ റിക്രിയേഷൻ ഒന്നുമില്ലല്ലോ. ഈശോ ഒരു പ്രാവശ്യം പോലും ഒരു സെക്കൻഡ് പോലും ഒരു ബോറിംഗ് തരാതെ പരിപാലിച്ചു എന്നുള്ളത് ഈ ഭക്ഷണ പരിപാലനയുടെ എല്ലാം അപ്പുറത്തുള്ള ഒരു പരിപാലനം. മൈ മദർ ലവ്സ് മീ ബിക്കോസ് ഐ ആം ഹെയർ സൺ. അതാണല്ലോ റീസൺ. ചരിത്രത്തിലെ ഏറ്റവും ധനികനോട് എനിക്ക് അസൂയയില്ല, നിത്യതയിലെ ആ സ്നേഹക്കാരനോടാണ്, നസ്രത്തിലെ ഈശോയോട് മാത്രമാണ് എനിക്കൊരു പരിശുദ്ധമായ അസൂയ. അവനെപ്പോലെ ചുമ്മാ സ്നേഹിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി. ഈ രക്തസാക്ഷികൾ ഓരോരുത്തരും കൊല ചെയ്യപ്പെടുമ്പോഴും അവർ വേദനിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മരണഭയം എല്ലാം അങ്ങ് പോയി. ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ നിത്യവും സമ്പൂർണമായ ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു കൊതിയെ. അപ്പൊ അതും ഭൂമിയിലെ സ്നേഹങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദുർബലമാവുമല്ലോ, അല്ല മരണം വഴി. അതൊരു സങ്കടമുണ്ട് നമുക്ക് അറിഞ്ഞോ അറിയാതെ. ഈ ദൈവത്തിന്റെ നിത്യവും സമ്പൂർണമായ സ്നേഹത്തെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ വരുവാണല്ലോ. അന്നേരത്തേക്കും പിന്നെ അത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് തൃപ്തമായ ഇനി വേറെ ഇപ്പം ഭൂമിയിലോ സ്വർഗത്തിലോ ഒക്കെ ചെന്നാല് ഇതിൽ കൂടെ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു അത്രയൊരു ആത്മീയ ഒരു ഉണർവിലേക്ക് എത്തി. അങ്ങനെ ഈശോ തന്നു. അത് ഒരു അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ഒന്നിനോടൊന്നും ഇല്ലില്ല, ഒന്നും തോന്നത്തില്ല. മനസ്സിനും ശരീരത്തിനും അതിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇച്ചിരി അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഇല്ല. അഗാധങ്ങളില് നമ്മൾ തൃപ്തമാണ് മനസ്സിന്റെ. അത്രയൊക്കെ വന്നു കഴിയുമ്പോഴേ നമ്മുടെ പേരൻസിനോടൊക്കെ ഉള്ള ഒരു ബോണ്ടേജ് അങ്ങ് വിട്ടു പോവാം. അന്നേരം അതെല്ലാം ഇങ്ങനെ അതാ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാനിങ്ങനെ അതിന് ഒരു തരം രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടായിരുന്നേ. ഞാനിങ്ങനെ ഈ വരുന്നതിന് മുമ്പേ നമുക്ക് ഈ സെമിനാരിയിൽ നിന്ന് വന്നേച്ച് ഇങ്ങനെ സമർപ്പിക്കുകയാണ് ഈശോയ്ക്ക് അങ്ങോട്ട് മക്കാനമറിയൊക്കെ ആ പറഞ്ഞി ഉടച്ചൊടിച്ചതുപോലെ അങ്ങ് സമർപ്പിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ പൂർണ്ണമായിട്ടേ. അപ്പൊ അന്നേരം ഒരു ഉള്ളി വരുന്ന നമുക്കൊരു വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലായിരിക്കും ഇങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി ഈശോയ്ക്ക് ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അന്നേരമാണ് ഈ രക്തസാക്ഷികളൊക്കെ സഹായത്തിനെത്തിയത്. രക്തസാക്ഷികളുടെ ഇത്രയും ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ നമുക്കുണ്ടല്ലോ. അവർ പെട്ടുപോയി മരിച്ചവരൊന്നും അല്ലല്ലോ. അവർ പർപ്പസിലി അവരുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി കൊടുത്തതാണല്ലോ. അപ്പൊ അന്നേരം അവരിങ്ങനെ അവർക്ക് അത്രയും ഇതുള്ള ബുദ്ധിയും ബോധവും പാണ്ഡിത്യവും കുലീനത്വം ഒക്കെയുള്ള ആൾക്കാര് വളരെ ചൂസ് ചെയ്ത് ജീവൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അത്രയും ലക്ഷങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റിയെങ്കിൽ അന്നേരം അവര് ഭയങ്കര ബലം നൽകി ഉള്ളില്. പിന്നെ ഇങ്ങനെ ഒരു ഒരെണ്ണം വന്നിങ്ങനെ മാതാപിതാക്കളോടുള്ള ഓബ്ലിഗേഷനൊക്കെ എനിക്ക് അച്ഛൻ ചോദിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ ധ്യാനിച്ചേ. അപ്പൊ ഞാനൊരു കവിത പോലെ അത് ഇങ്ങനെ എഴുതിയിട്ടു. എന്റെ അമ്മ എന്നെ മൈ മദർ ലവ്സ് മീ ബിക്കോസ് ഐ ആം ഹെയർ സൺ. അതാണല്ലോ റീസൺ. അല്ലാതെ അവർക്കുണ്ടായ എന്നെയല്ല അവർ സ്നേഹിക്കുന്നുള്ളൂ. മൈ ഫാദർ ലവ്സ് മീ ബിക്കോസ് ഐ ആം ഹിസ് സൺ. ഐ ലവ് മീ ബിക്കോസ് ദർ ഈസ് നോ അതർവൈസ്. നമുക്ക് വേറൊരു ചോയ്സ് ഒന്നുമില്ല. അങ്ങനെ എല്ലാത്തിനകത്തും ഒരു വിക്വാസുണ്ട്. വിക്വാസ് അല്ലാതെ വിക്വാസ്ലെസ് ആയിട്ട് ആകെ സ്നേഹിച്ചത് ഈശോ മാത്രമല്ലേ ഉള്ളൂ, ദൈവം മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ സ്നേഹങ്ങളും ഓമ്പിനും ടൂമ്പിനും ഇടയ്ക്ക് തീരുന്നത്. അപ്പൊ ഈ വിക്വാസ്ലെസ് ലവ് എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി പർപ്പസീവ്ലി നമുക്ക് നമ്മളെ ഇങ്ങനെ ബീങ്ങിലേക്ക് കൊണ്ടുവന്നത് ദൈവം മാത്രമല്ലേ ഉള്ളൂ. ഈ സമയത്ത് നിങ്ങൾ 30 വർഷമായില്ലേ? ഈ 30 വർഷത്തിനുള്ളില് ഒന്നുമില്ല, ഒരു ബിഗ് സീറോയിലേക്കാണ്. മെറ്റീരിയൽ ആയിട്ടൊന്നുമില്ല. ഭൗതികമായിട്ട് ഈ ലോകത്തിന്റെ ഇതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ബിഗ് സീറോയിലേക്ക് താഴ്ത്തിറങ്ങി വരികയായിരുന്നു. ഈ 30 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഇത് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാം തോന്നിയിട്ടുണ്ട്? ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തെ സ്വീകരിച്ചല്ലോ. ആ ഒരു ഇല്ലായ്മയുടെ ഒരു കുറവ്, അങ്ങനത്തെ
ഞാനിങ്ങനെ പോരുന്നതിന് മുമ്പ് ഒരു കവിത പോലെ എഴുതിയിട്ടായിരുന്നു ഇങ്ങനെ. അത് ഭയങ്കര എന്റെ ജീവിതത്തിൽ അങ്ങനെ ഇവിടെ വരുന്നതിന് മുമ്പേ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഈശോ ടീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കുള്ള ടെംപ്ടേഷൻ സാധ്യതകളുടെ മുഴുവന് അതിനെ ഒരു കവിത പോലെ ഞാനിങ്ങനെ എഴുതിയിട്ടു. ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനോട് എനിക്ക് അസൂയയില്ല. അത് സൗന്ദര്യം നമ്മുടെ ഒരു വിഷയമാണല്ലോ. ചരിത്രത്തിലെ ഏറ്റവും ധനികനോട് എനിക്ക് അസൂയയില്ല. ചരിത്രത്തിലെ ഏറ്റവും അധികാരം ഉണ്ടായിരുന്നവനോട് എനിക്ക് അസൂയയില്ല. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനോട് എനിക്ക് അസൂയയില്ല. ചരിത്രത്തിലെ ഏറ്റവും ജ്ഞാനം ഉണ്ടായിരുന്നവനോട് എനിക്ക് അസൂയയില്ല. ചരിത്രത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവിനോടും എനിക്ക് അസൂയയില്ല. അങ്ങനെ അതിനെ അങ്ങ് കട്ട് ചെയ്തു. അത് ഭയങ്കര നമ്മളത് ചുമ്മാ കവിതയ്ക്ക് വേണ്ടിയുള്ള വെർസിഫിക്കേഷൻ അല്ലായിരുന്നേ. അത് നമ്മുടെ വീങ്ങുന്നത് ശരിക്കും അന്നേരം അതങ്ങ് കട്ട് ചെയ്തതുപോലെയായി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എഴുതി. ഇതെല്ലാം ചരിത്രത്തിലെ ലോകത്തിലെയാണല്ലോ. നിത്യതയിലെ ആ സ്നേഹക്കാരനോടാണ്, നസ്രത്തിലെ ഈശോയോട് മാത്രമാണ് എനിക്കൊരു പരിശുദ്ധമായ അസൂയ. അവനെ പോലെ ചുമ്മാ സ്നേഹിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുതിയിട്ടു. അത് പിന്നെ അത് സ്പിരിച്വാലിറ്റിയിൽ ഇവിടെ വന്നപ്പം തൊട്ട് അങ്ങനെ ഒരെണ്ണം അഗാധങ്ങളിലാകാം. അങ്ങനെ അതുകൊണ്ട് ഈ പറഞ്ഞ ഒന്നും ഒരു ദാരിദ്ര്യമൊക്കെ ഒരു മണവാട്ടി പോലെയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ബോധ്യമുണ്ട്. ഉദാഹരണത്തിന് ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വിടുന്നു. ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വിടുമ്പോ ഈ സ്തേഫാനോസിന് വേദനിക്കുന്നില്ല. വേദനിക്കാത്ത കാരണം എനിക്കേറ്റൊരു ബോധ്യം പറയാം. എന്നിട്ട് ആ മനുഷ്യൻ ശരീരത്തിലില്ല. ആ മനുഷ്യൻ ആത്മാവിൽ ആനന്ദിക്കുക. സ്വർഗത്തിലെ മഹത്വം കണ്ട് അതിൽ ലയിച്ചിട്ട് ആള് ശരീരത്തിലില്ല. ഈ രക്തസാക്ഷികൾ ഓരോരുത്തരും കൊല ചെയ്യപ്പെടുമ്പോഴും അവർ വേദനിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പലരും താടി മുറിക്കണ്ട, തമാശ പറഞ്ഞു വിരിക്കുന്നവരൊക്കെ. തോമസ് മുറക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്ന സത്യത്തിൽ നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ സംരക്ഷിക്കാൻ നോക്കുന്നത്. വീട് വെക്കുന്നത്, അതല്ലേ ഭക്ഷണം കഴിക്കുന്നത്, അതെല്ലാം ശരീരത്തെ സംരക്ഷിക്കാൻ. ആത്മാവിനെ സംരക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല. കുർബാന, കൂദാശ, ഈ പ്രാർത്ഥനകളൊക്കെ. അപ്പൊ ഈ ദാരിദ്ര്യം വലിയൊരു പവറാണ് എന്നുള്ളത് ശരിക്കും അറിയാം. എന്റെ പേഴ്സണൽ ഒരു ഷെയറിംഗ് ആണ്, എനിക്കറിയാം. പക്ഷെ ജീവിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് എനിക്ക് അറിയാതെ. ദാരിദ്ര്യത്തിന്റെ ഒരു പൂർണ്ണതയാണ് ഈ വലിയ സമ്പത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന മഹത്വം. അതാണ് ഏറ്റവും സമ്പത്ത്. അതാണ് ഈ റോമാലേഖനം 10 പറഞ്ഞത്, തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ സമ്പത്ത് ഭക്ഷിക്കും. വെളിപാട് 3:17 ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണം. അപ്പൊ ഈ ദാരിദ്ര്യത്തിന്റെ പൂർണ്ണതയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഇങ്ങനെ ഭക്ഷണം ഇല്ലാതെയോ ഭക്ഷണസാധനം ഇല്ലാതെയോ അല്ലെങ്കിൽ ആരും വരാതെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏകാന്തതയായി പോയല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അത് ഞാൻ എല്ലാവരോടും അങ്ങോട്ട് തന്നെ ചിലപ്പം പറയുവേ, ഇത്രയും വർഷമായിട്ട് ബോറിംഗ് എന്നുള്ളത് വേറെ റിക്രിയേഷൻ ഒന്നുമില്ലല്ലോ. ഈശോ ഒരു പ്രാവശ്യം പോലും ഒരു സെക്കൻഡ് പോലും ഒരു ബോറിംഗ് തരാതെ പരിപാലിച്ചു എന്നുള്ളത് ഈ ഭക്ഷണ പരിപാലനയുടെ എല്ലാം അപ്പുറത്തുള്ള ഒരു പരിപാലനെ. ബോറിംഗ്, മടുപ്പ് ഒരു ഇതേ. പക്ഷെ എവിടെയോ ഒരു ജീവൻ എപ്പോഴും നിലനിർത്തിയിട്ട് നമുക്കൊരു ലൈഫുള്ള അവസ്ഥയില്ലേ. അച്ഛൻ ചോദിച്ചാൽ അങ്ങനെ ഒരെണ്ണം പറ്റിപ്പോയല്ലോ, അങ്ങനെ ഒരെണ്ണം ഒരിക്കലും വന്നിട്ടില്ല. വരാതെ പരിപാലിച്ചു.